വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിട്ട് ഇത്രയും മണിക്കൂറുകൾ കഴിയുകയാണ്. അത്രയും സമയമായതിനു ശേഷവും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മീനാക്ഷിപ്പുഴയിൽ ഒഴുക്കു കൂടിയിട്ടുണ്ട്. മഴ ശക്തമായി പെയ്യുന്നതും പ്രതിസന്ധി തന്നെയാണ്. അപകടം നടന്ന പ്രദേശത്ത് നിന്ന് ചെളിയും മണ്ണും കുത്തിയൊലിച്ചെത്തുന്നുമുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് 5 പേർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. 4 സോണുകളായി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം. മന്ത്രിമാരായ ടി സിദ്ദിഖും AP അനിൽകുമാറും ദുരന്തമുഖത്ത് നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ചികിത്സയിലുള്ള 7 പേരുടെ നില തൃപ്തികരമാണ്. അപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്നു തന്നെ നാട്ടിലേക്ക് എത്തിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം വയനാട്ടിലെത്തും. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നുപോകും. പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും ഒന്നിച്ച് വളരെ വിഷമകരമായിട്ടുള്ള ഈ ഘട്ടം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള എന്ത് പഠനം ഈ കാര്യത്തിൽ നടക്കണം എന്നുള്ളത് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാണ്. ചൂരൽമല ഭാഗത്ത് ഡോക്ടറുടെയും നഴ്സസിന്റെയും മെഡിസിന്റെയും സൗകര്യത്തോടു കൂടി സബ് സെന്റർ ഈ മഴ കഴിയുന്നത് വരെ ക്രമീകരിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. അത് DMOക്ക് ഇന്ന് തന്നെ നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ പല സമയത്തും പോളിടെക്നിക് ആണെങ്കിൽ സ്കൂളുകളാണെങ്കിലും അവിടേക്ക് മാറ്റുമ്പോൾ കുട്ടികളുടെ അധ്യയനം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ പെർമനന്റ് ഷെൽട്ടർ ഹോം വേണം എന്നുള്ളതായ ആവശ്യം അംഗീകരിക്കപ്പെട്ടതാണ്. അതിന്റെ സ്ഥലത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ജില്ലാ കലക്ടറെ ഈ കാര്യത്തിൽ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെടുത്തും. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഈ ഇപ്പോഴുള്ള ഒരു പ്ലാൻ അനുസരിച്ച് അവിടെ 4 സോണുകളായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ മുതൽ തന്നെ മന്ത്രിമാരായ AP അനിൽകുമാറും ടി സിദ്ദിഖുമൊക്കെ അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും തിരച്ചിലിനുമൊക്കെ ഏകോപനം നടത്തുന്നുണ്ട്. അർജുൻ കല്യാടും അഭിജിത്ത് മുഴക്കുന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ അർജുൻ കല്യാടിലേക്കാണ് പോകുന്നത്. അർജുൻ, മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അർജുൻ? മാധു, തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 2:30 സമയത്ത് അദ്ദേഹം കരിപ്പൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അവിടെയാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെ നിന്ന് അരീക്കോട് റോഡ് മാർഗമായിരിക്കും അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുക. ഏകദേശം ഒരു 5 മണിക്ക് മുൻപായി തന്നെ അദ്ദേഹം എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഏകോപനം ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തി കുറച്ചുകൂടി വിപുലമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തുരങ്കപാതയും ഇതിൽ അകത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായ രീതിയിലുള്ള ഒരു പരിശോധനയായിരിക്കും അവലോകനത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ യോഗത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 3:30 മണി എന്നുള്ളതാണ് ആദ്യം കണക്കാക്കിയിരുന്നത്. പക്ഷേ കാലാവസ്ഥ ഉൾപ്പെടെ പ്രതികൂലമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അല്പം കൂടി വൈകുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 7 മണി മുതൽ തന്നെ ഈ മേഖലകളിലാകെ പരിശോധന ആരംഭിച്ചിരുന്നു. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് പ്രധാനമായും പരിശോധന നടത്തിയിരുന്നത്. NDRFിൻ്റെ സംഘം ഇന്നലെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ചുകൂടി അംഗങ്ങളെ NDRF വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ NDRFിൻ്റെ സംഘം ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലും ഈ കാണാതായ 5 പേരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ആഘാതമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്ക് പുറകിൽ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഹിറ്റാച്ചിയും NDRFിൻ്റെ സംഘവും ഒക്കെ പരിശോധന നടത്തി.